ഇന്ന് നമ്മൾ പുതിയ ചാപ്റ്റർ ആണ് പഠിക്കാൻ പോകുന്നത്, പോളിനോമിയൽസ് അല്ലെങ്കിൽ ബഹുപദങ്ങൾ. നമുക്കൊരു റെക്ടാംഗിളിന്റെ പെരിമീറ്ററും ഏരിയയൊക്കെ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ അറിയാം അല്ലെ. നമ്മൾ നേരത്തെ തന്നെ പഠിച്ചിട്ടുണ്ട്. ചുറ്റളവ് എന്ന് പറയുന്നത് 2 × L+B ആണ് അല്ലെ. 2 × L+B എന്നാണ്. എല്ലും ബിയും എന്താണ്? ലെങ്തും ബ്രെഡ്ത്തും അല്ലെങ്കിൽ നീളവും വീതിയും. അതുപോലെ തന്നെ റെക്ടാംഗിളിന്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് കണ്ടുപിടിക്കാനും നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. പരപ്പളവ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് അല്ലേ. L×B അതാണ് ഏരിയ അല്ലെങ്കിൽ പരപ്പളവ്. ഇത് പെരിമീറ്റർ ആണ്. പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ്. ഇതെന്ന് പറയുന്നത് ഏരിയ അല്ലെങ്കിൽ പരപ്പളവ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് നീളം ഗുണം വീതി. അപ്പൊ നമ്മൾ ഇതൊക്കെ നേരത്തെ ഇക്വേഷൻ ഒക്കെ കാണാതെ പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെ ഇതുപോലെ സൈഡുകൾ തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? പെരിമീറ്ററും കണ്ടുപിടിക്കാം, ഏരിയയും കണ്ടുപിടിക്കാം. അപ്പൊ ഈ ചാപ്റ്ററിൽ നമ്മൾ ഓൾജിബ്രൈക് എക്സ്പ്രഷൻസ് ഫോം ചെയ്യാനാണ് പോകുന്നത്. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു റെക്ടാംഗിളിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാം അല്ലെ. ഇക്വേഷൻ അറിയാമല്ലോ. P = 2 × L+B. അതായത് ചുറ്റളവ് എന്ന് പറയുന്നത് 2 × L എന്താണ്? ലെങ്ത്. ലെങ്ത് ഇവിടെ എത്രയാണ്? 3 ആണ് അല്ലെ. 3 + ബ്രെഡ്ത്ത് എത്രയാണ്? വീതി 2. അതായത് 2 × 3 2 5 ആണ് അല്ലെ. അതായത് 2 × 5 എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഇവിടുത്തെ പെരിമീറ്റർ എത്ര കിട്ടി? നമുക്ക് 10 സെന്റിമീറ്റർ എന്ന് കിട്ടി. അടുത്ത് നോക്കിയേ, ഈ ഒരു ചതുരം, അതായത് നമ്മുടെ ആദ്യത്തെ ചതുരം ഉണ്ടല്ലോ, 3 സെന്റിമീറ്റർ നീളവും 2 സെന്റിമീറ്റർ വീതിയുമുള്ള ചതുരം. ഈ ചതുരത്തിന്റെ നീളം ഞാൻ 1 സെന്റിമീറ്ററും കൂടെ കൂട്ടി. അതായത് 1 സെന്റിമീറ്റർ കൂട്ടുമ്പോൾ ടോട്ടൽ ഇപ്പൊ നീളം എത്രയാണ്? 3 ആണ് ഇവിടെ വരെ, ബാക്കി 1. 3 1 4 സെന്റിമീറ്റർ. അതുപോലെ തന്നെ ഇതിന്റെ വീതി നേരത്തെ 2 ഉള്ളായിരുന്നു അല്ലെ. അവിടെ ഞാൻ 1 സെന്റിമീറ്ററോടെ കൂട്ടി. അപ്പൊ അവിടുത്തെ വീതി ഇപ്പൊ ടോട്ടൽ എത്രയായി? ടോട്ടൽ 3 സെന്റിമീറ്റർ അല്ലെ. അപ്പൊ വീതി 3 സെന്റിമീറ്റർ ആയി, നീളം 4 സെന്റിമീറ്റർ ആയി. അപ്പൊ ഇതിന്റെ പെരിമീറ്റർ നമുക്കൊന്ന് നോക്കാം. പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് എന്ന് പറയുന്നത് എന്താണ്? 2 × L+B ആണല്ലേ. അതായത് 2 × ലെങ്ത് എത്രയായിരുന്നു? 4 പ്ലസ് ബ്രെഡ്ത്ത് എത്രയാണ്? 3. 2 × 4 3 7 അല്ലേ. അതായത് 2 × 7 എത്രയാണ്? 14 സെന്റിമീറ്റർ. അപ്പൊ നമ്മുടെ ആദ്യത്തെ റെക്ടാംഗിളിന്റെ ലെങ്തും ബ്രെഡ്ത്തും 1 സെന്റിമീറ്റർ വീതം കൂട്ടി നമ്മൾ എന്ത് ചെയ്തു? പുതിയൊരു റെക്ടാംഗിൾ വരച്ചല്ലേ. ആ റെക്ടാംഗിളിന്റെ പെരിമീറ്റർ ചുറ്റളവ് എത്രയാണ്? 14 സെന്റിമീറ്റർ എന്ന് കിട്ടി. ഒന്നാമത്തെ റെക്ടാംഗിളിന്റെ സൈഡ് ഞാൻ 1 സെന്റിമീറ്റർ കൂട്ടി. 1 സെന്റിമീറ്റർ കൂട്ടിയപ്പോൾ പുതിയ റെക്ടാംഗിളിന്റെ പെരിമീറ്റർ എത്ര കൂടി? അതായത് നമുക്കിവിടെ നോക്കാം. പഴയ റെക്ടാംഗിളിന്റെ പെരിമീറ്റർ ചുറ്റളവ് എന്ന് പറയുന്നത് 10 ആയിരുന്നു അല്ലെ. 10 സെന്റിമീറ്റർ ആയിരുന്നു. പുതിയതിന്റെ എത്രയായി? 14. അപ്പൊ എത്ര കൂടി? 4 സെന്റിമീറ്റർ കൂടി അല്ലെ. 10ൽ നിന്നും 14ലോട്ട് വരുവാന്ന് വെച്ചാൽ എത്ര കൂടിയെന്നാണ്? 4 സെന്റിമീറ്റർ കൂടി. അപ്പൊ ഇനി അടുത്തത് ഞാനിവിടെ 1 സെന്റിമീറ്ററിന് പകരം 2 സെന്റിമീറ്റർ കൂട്ടാൻ പോവാം. അതായത് ലെങ്തും 2 സെന്റിമീറ്റർ കൂട്ടാൻ പോവാം, ബ്രെഡ്ത്തും 2 സെന്റിമീറ്റർ കൂട്ടാൻ പോവാം. അപ്പൊ പുതിയ റെക്ടാംഗിളിന്റെ പെരിമീറ്റർ നമുക്കൊന്ന് കണ്ടുപിടിക്കാം. പെരിമീറ്റർ എന്ന് പറയുന്നത് 2 × L+B ആണല്ലോ. ലെങ്ത് ഞാൻ 2 സെന്റിമീറ്റർ ആണ് കൂട്ടിയത് അല്ലെ. പഴയ ലെങ്ത് എന്ന് പറയുന്നത് 3 ആണ്. അതിന്റെ കൂട്ടത്തിൽ 2 സെന്റിമീറ്ററുടെ കൂട്ടി. അപ്പൊ 3 + 2 എത്രയാണ്? 5 പ്ലസ് ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 2 സെന്റിമീറ്റർ ആയിരുന്നു. അതിന്റെ കൂട്ടത്തിൽ 2ഉം കൂടെ കൂട്ടി അല്ലെ. 2 2 4. അപ്പൊ എത്ര കിട്ടി? 2 × 5 4 എത്രയാണ്? 9 ആണല്ലേ. അതായത് 9 × 2 18 സെന്റിമീറ്റർ എന്ന് കിട്ടി. അപ്പൊ ഇനി നമുക്ക് നോക്കാം. സൈഡ് ഞാൻ 2 സെന്റിമീറ്റർ കൂട്ടി. കൂട്ടിയപ്പോൾ പെരിമീറ്റർ എത്ര കൂടി നോക്കിയേ. ആദ്യത്തേത് 10 ആയിരുന്നു. രണ്ടാമത്തേൽ എത്ര കൂടി? 8 കൂടി അല്ലെ. 8 സെന്റിമീറ്റർ കൂടി. മനസ്സിലായോ? ഇനി അടുത്ത ഞാൻ 3 സെന്റിമീറ്റർ ആണ് സൈഡ് കൂട്ടുന്നത്. 3 സെന്റിമീറ്റർ ആണെങ്കിൽ 2 × L+B എന്ന് പറയുന്ന ലെങ്ത് എത്രയാണ്? ആദ്യത്തേത് 3 ആണ്. വീണ്ടും 3 കൂട്ടി അല്ലെ. 3 3 6. അപ്പൊ ലെങ്ത് എത്ര കിട്ടി? 6. ബ്രെഡ്ത്തോ? ബ്രെഡ്ത്ത് 2 ആയിരുന്നു. 2ന്റെ കൂടെ 3 കൂട്ടി. 3 2 5. അപ്പൊ 6 5 എത്രയാണ്? 11 ആണ്. 2 × 11 എന്ന് പറയുന്നത് 22 സെന്റിമീറ്റർ. അപ്പൊ ഇനി നമുക്ക് വീണ്ടും നോക്കാം. സൈഡ് 3 സെന്റിമീറ്റർ കൂട്ടിയപ്പോൾ നമുക്ക് പെരിമീറ്റർ എത്ര കൂടി? 10ൽ നിന്നും 22ലോട്ട് എത്തി അല്ലെ. അതായത് 10 സെന്റിമീറ്ററിന്റെ കൂടെ എത്ര കൂട്ടുമ്പോഴാണ് 22 സെന്റിമീറ്റർ ആവുന്നത്? 12 സെന്റിമീറ്റർ അല്ലെ. 12. അപ്പൊ പെരിമീറ്റർ എത്ര കൂടി? 12 സെന്റിമീറ്റർ കൂടി.
അപ്പൊ ഇവിടെ നമ്മൾ സൈഡുകൾ ആദ്യം 1 കൂട്ടി, പിന്നെ 2 കൂട്ടി, 3 കൂട്ടി, ഇങ്ങനെ കൂട്ടിക്കൊണ്ട് വരുമായിരുന്നു അല്ലേ. ആ സമയത്ത് പെരിമീറ്റർ എന്താ സംഭവിച്ചത്? 4 കൂടി, 8 കൂടി, 12 കൂടി, അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു അല്ലേ. അപ്പൊ ഈ പെരിമീറ്ററിന്റെ ഈ കൂടിയ നമ്പേഴ്സ് ഉണ്ടല്ലോ, ഈ നമ്പേഴ്സിന് എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടോ നോക്കിയേ. 4, 8, 12 എന്നിങ്ങനെ പോകുന്നു അല്ലേ. അതെന്താണ്? 4ന്റെ മൾട്ടിപ്പിൾ ആണല്ലേ, അല്ലെങ്കിൽ 4ന്റെ ഗുണിതങ്ങളാന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി ചെയ്യുന്നില്ല. 4 സെന്റിമീറ്റർ ആണ് പഴയ റെക്റ്റാങ്കിളിന്റെ നീളവും വീതിയും 4 സെന്റിമീറ്റർ വീതം കൂട്ടി. അങ്ങനെയാണെങ്കിൽ പെരിമീറ്റർ എത്ര ആയിരിക്കും കൂടുന്നത്? നമുക്ക് ചെയ്യാതെ തന്നെ പറയാമല്ലോ. ഇവിടെ 4, 8, 12 ആണെങ്കിൽ അടുത്ത എത്ര ആയിരിക്കും? 4ന്റെ അടുത്ത മൾട്ടിപ്പിൾ 16 ആണ് അല്ലേ. അപ്പൊ 16 സെന്റിമീറ്ററും കൂടെ കൂടും അടുത്ത പെരിമീറ്ററിന്. മനസ്സിലായോ? അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 4 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ഗുണം 4 ആണ് 4 അല്ലേ. 1 ഗുണം 4 ആണ് 4. 8 എന്ന് പറഞ്ഞത് 2 ഗുണം 4 ആണ് 8. 12 3 ഗുണം 4. 4ന്റെ മൾട്ടിപ്പിൾ ആണ് നമുക്കറിയാമല്ലോ. അടുത്ത എന്താണ്? 4 ഗുണം 4. അപ്പൊ സൈഡ് 5 സെന്റിമീറ്റർ വീതം കൂടുവാണെങ്കിൽ ഇവിടെ എത്ര കിട്ടും? 20 കിട്ടും അല്ലേ. അതായത് 5 ഗുണം 4 കിട്ടും. മനസ്സിലായല്ലോ. അപ്പൊ ഇനി അടുത്തതായിട്ട് ഞാൻ സൈഡ് x സെന്റിമീറ്റർ കൂട്ടുവാണെങ്കിൽ പെരിമീറ്റർ എങ്ങനെ എഴുതാം നമുക്ക്? 4ന്റെ മൾട്ടിപ്പിൾ ആണല്ലേ. അപ്പം x ഗുണം 4 എന്ന് എഴുതാം അല്ലേ. അതായത് 4x. അപ്പൊ പെരിമീറ്റർ എത്ര കൂടുന്നത്? 4x ആയിരിക്കും കൂടുന്നത്. അപ്പൊ നമ്മൾ ഇത് ഉപയോഗിച്ചിട്ട് ഡയറക്റ്റ് ആയിട്ട് തന്നെ പുതിയ റെക്റ്റാങ്കിളിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാനാണ് പോകുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ പെരിമീറ്ററിനെ ഞാൻ P1 എന്ന് കൊടുക്കാമല്ലോ, അല്ലെങ്കിൽ P(1) എന്ന് കൊടുക്കാം അല്ലേ. P(1) എന്ന് പറയുന്നത് ആദ്യത്തെ റെക്റ്റാങ്കിളിന്റെ പെരിമീറ്റർ എത്ര ആയിരുന്നു? 10 ആയിരുന്നു അല്ലേ. 10ന്റെ കൂടെ എത്ര കൂട്ടിയപ്പോഴാണ് ഒന്നാമത്തെ, അതായത് നമ്മുടെ P1 കിട്ടിയത്? ഒന്നാമത്തെ എന്ന് പറയുന്നത് 4 കൂടെ കൂട്ടിയപ്പോഴാണ് അല്ലെ. 4 കൂടെ കൂട്ടിയപ്പോഴാണ് ഒന്നാമത്തെ റെക്റ്റാങ്കിളിന്റെ പെരിമീറ്റർ കിട്ടിയത്. അത് എത്രയാണ്? 14 ആണല്ലേ. ഇനി അടുത്തത് P(2) എന്ന് കൊടുക്കാം. P(2) എന്ന് പറയുന്നത് ഈ 2 സെന്റിമീറ്റർ കൂട്ടിയപ്പോൾ ഉള്ള റെക്റ്റാങ്കിളിന്റെ പെരിമീറ്റർ ആണ്. അതെങ്ങനെയായിരുന്നു കിട്ടിയത്? നമ്മുടെ ആദ്യത്തെ റെക്റ്റാങ്കിളിന്റെ പെരിമീറ്റർ 10 സെന്റിമീറ്റർ ആയിരുന്നു. അതിന്റെ കൂടെ എത്ര കൂട്ടിയപ്പോഴാണ്? 8 സെന്റിമീറ്റർ കൂട്ടിയപ്പോഴാണ് അല്ലെ. അപ്പൊ 10 വെട്ടും 18 എന്ന് കിട്ടി. അടുത്തത് P(3) എന്ന് പറയുന്നത് നമ്മുടെ മൂന്നാമത്തെ, അതായത് 3 സെന്റിമീറ്റർ കൂട്ടിയപ്പോൾ കിട്ടിയ പെരിമീറ്റർ ആണ്. അത് എത്ര കിട്ടി? നമ്മുടെ ഈ 10ന്റെ കൂടെ എത്ര കൂട്ടണം? 10 പ്ലസ് ഇവിടെ എത്ര കൂട്ടിയേക്കുന്നത്? 12 ആണ് കൂട്ടിയേക്കുന്നത് അല്ലെ. അപ്പൊ എത്ര ആണ്? 22. അങ്ങനെ പോയി കഴിഞ്ഞാൽ, അങ്ങനെ എക്സെട്രാ പോയി കഴിഞ്ഞാൽ P(x), അതായത് നമ്മുടെ x സെന്റിമീറ്റർ കൂട്ടിയ ആ വലിയ റെക്റ്റാങ്കിളിന്റെ പെരിമീറ്റർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതെങ്ങനെ കിട്ടും? 10 ആണ് നമ്മുടെ ആദ്യത്തെ റെക്റ്റാങ്കിളിന്റെ പെരിമീറ്റർ. അതിന്റെ കൂടെ എത്ര ആയിരുന്നു കൂട്ടിയത്? അതിന്റെ കൂടെ 4x ആണ് കൂട്ടിയത് അല്ലെ. 4x. അപ്പൊ ഇതായിരിക്കും നമ്മുടെ പുതിയ റെക്റ്റാങ്കിളിന്റെ പെരിമീറ്റർ, ചുറ്റളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പൊ ഇവിടെ നമുക്ക് സൈഡ് എത്ര സെന്റിമീറ്റർ കൂട്ടിയാലും പുതിയ റെക്റ്റാങ്കിളിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ കിട്ടി അല്ലേ. അപ്പൊ ഇവിടെ നോക്കിയേ, ഒരു 20 സെന്റിമീറ്റർ ആണ് നമുക്ക് സൈഡ് കൂട്ടുന്നത്. 20 സെന്റിമീറ്റർ കൂട്ടുവാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? P(20) എന്ന് എഴുതാം അല്ലെ. P(20) ഈക്വൽ ടു ആദ്യത്തെ റെക്റ്റാങ്കിളിന്റെ പെരിമീറ്റർ എത്രയാണ്? 10 സെന്റിമീറ്റർ ആണ് അല്ലെ. 10ന്റെ കൂടെ 4 ഗുണം x എന്ന് പറയുന്നത് എന്താണ്? x എന്ന് പറയുന്നത് 20 സെന്റിമീറ്റർ ആണ് കൂട്ടിയത് അല്ലെ. അപ്പൊ 20. അപ്പൊ എത്ര കിട്ടും ആൻസർ? 10 പ്ലസ് 4 ഗുണം 20 എത്രയാണ്? 80 ആണല്ലേ. 80 പ്ലസ് 10 എന്ന് പറയുന്നത് 90 സെന്റിമീറ്റർ. അപ്പൊ പുതിയ റെക്റ്റാങ്കിളിന്റെ പെരിമീറ്റർ എന്ന് പറയുന്ന, ചുറ്റളവ് എന്ന് പറയുന്നത് എത്രയാണ്? 90 സെന്റിമീറ്റർ എന്ന് കിട്ടി അല്ലേ. അപ്പൊ ഇനി നമുക്ക് എത്ര സെന്റിമീറ്റർ കൂട്ടിയാലും ഈ ഒരു ഇക്വേഷനിലോട്ട് ഇട്ട് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ആ പുതിയ റെക്റ്റാങ്കിളിന്റെ പെരിമീറ്റർ, ചുറ്റളവ് കിട്ടും അല്ലേ. അപ്പൊ ഇവിടെ നമ്മൾ പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ആണ് കണ്ടുപിടിച്ചേക്കുന്നത് അല്ലേ. അപ്പൊ ഇവിടെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ ലെങ്തും 2 സെന്റിമീറ്റർ ബ്രെഡ്ത്തും വരുന്ന ഈ ഒരു റെക്റ്റാങ്കിളിന്റെ സൈഡുകൾ വർദ്ധിപ്പിക്കുമ്പോൾ പുതുതായിട്ട് കിട്ടുന്ന ആ ഒരു റെക്റ്റാങ്കിൾ ഉണ്ടല്ലോ, അതിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യന് മാത്രമാണ് ഈ ഒരു ഇക്വേഷൻ ബാധകമാകുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ പെരിമീറ്റർ കണ്ടുപിടിക്കുന്നതാണ് കണ്ടുപിടിച്ചത് അല്ലേ. അപ്പൊ ഇതുപോലെ തന്നെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനോട് നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. അപ്പൊ നമുക്ക് ഈ സെയിം ചതുരത്തിന്റെ തന്നെ ഏരിയ കണ്ടുപിടിക്കാം. ലെങ്ത് എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ ആണ്, ബ്രെഡ്ത്ത് 2 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഏരിയ എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് അല്ലെ. അതായത് നീളം ഗുണം വീതി. അപ്പൊ ഇവിടുത്തെ നീളം എന്ന് പറയുന്നത് എത്രയാണ്? 3 സെന്റിമീറ്റർ ആണ് അല്ലെ. 3 ഗുണം വീതി എന്ന് പറയുന്നത് 2 സെന്റിമീറ്റർ, അതായത് 6 സെന്റിമീറ്റർ സ്ക്വയർ എന്നാണ് നമുക്ക് അവിടുത്തെ ഏരിയ കിട്ടുന്നത്. ഇനി അടുത്തത്, ഇവിടെ ഞാൻ x സെന്റിമീറ്റർ കൂട്ടി. 1, 2, 3 എന്നൊന്നും കൂട്ടുന്നില്ല, ഡയറക്റ്റ് ഞാൻ x സെന്റിമീറ്റർ എന്ന് കൂട്ടുക. അപ്പൊ x സെന്റിമീറ്റർ കൂട്ടുമ്പോൾ അവിടുത്തെ ഏരിയ എത്രയാണ്? ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ലെങ്ത് എത്ര വരും? ഇവിടെ 3 ആയിരുന്നു, 3ന്റെ കൂടെ x കൂടെ കൂട്ടി എന്ന് പറഞ്ഞാൽ 3 പ്ലസ് x ആണ് അല്ലെ. 3 പ്ലസ് x
ഗുണം ബ്രെഡ്ത്ത്. ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 2 ആയിരുന്നു. 2ന്റെ കൂടെ എക്സ് കൂടെ കൂട്ടി. ഇവിടെ മുതൽ ഇവിടെ വരെ 2, ബാക്കി എക്സ്. അപ്പോൾ എങ്ങനെ കിട്ടും? 2 + x എന്ന് കിട്ടും അല്ലേ? അപ്പം നീളവും വീതിയുമാണിത്. ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഗുണിക്കാം, മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാം ഇങ്ങനെ 2 സംഖ്യകളെ നമ്മൾ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? ആദ്യം ഇത് 2 കൂടെ മൾട്ടിപ്ലൈ ചെയ്യും, അതിനുശേഷം ഇത് 2 കൂടെ മൾട്ടിപ്ലൈ ചെയ്യും അല്ലേ? പിന്നെന്താണ്? ഇവർ 2 പേരും മൾട്ടിപ്ലൈ ചെയ്യും, അതിനുശേഷം ഇത് 2 മൾട്ടിപ്ലൈ ചെയ്യും. നമുക്കറിയാമല്ലോ ഇതൊക്കെ. അപ്പോൾ നോക്കിയേ, 3 × 2. 3 × 2 എന്ന് പറയുന്നത് 6 ആണ്. 6. അടുത്തത് പ്ലസ് ആണ് അല്ലേ? രണ്ടിടത്തും പ്ലസ് ആയതുകൊണ്ട് പ്ലസ്. അടുത്ത എന്താണ്? 3 × x. 3 × x എന്ന് പറയുന്നത് 3x പ്ലസ് x × 2. x × 2 എന്ന് പറയുന്നത് 2x പ്ലസ് x × x എന്ന് പറയുന്നത് x². അതായത് x²നെ ഞാൻ ആദ്യം എഴുതുവാണ്. x² പ്ലസ് 3x-ഉം 2x-ഉം രണ്ടും കൂടെ കൂട്ടാവല്ലോ. 3ഉം 2ഉം 5. 5x പ്ലസ് 6. അപ്പൊ ഇവിടുത്തെ ഏരിയ എന്താണ്? ഏരിയ എന്ന് പറയുന്നത് a(x) ആണല്ലേ? അപ്പൊ ഈ ഒരു റെക്ടാങ്കിളിന്റെ സൈഡ് x സെന്റിമീറ്റർ കൂട്ടിയപ്പോൾ പുതിയ ഏരിയ എത്രയാണ്? x² പ്ലസ് 5x പ്ലസ് 6 എന്നാണല്ലേ? അപ്പോൾ സൈഡ് 1 സെന്റിമീറ്റർ കൂട്ടുവാണെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? a(1) എന്ന് കൊടുക്കാം അല്ലെ? എക്സിന്റെ സ്ഥാനത്ത് 1 എന്ന് കൊടുക്കാം. അതായത് ഇവിടെ നമുക്ക് എക്സ് എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം എന്ത് കൊടുക്കണം? 1 കൊടുക്കുക. അപ്പോൾ 1ന്റെ സ്ക്വയർ പ്ലസ് 5 × 1 5 തന്നെയാണല്ലേ? പ്ലസ് 6. അതായത് 1ന്റെ സ്ക്വയർ 1 ആണ് പ്ലസ് 5 × 1 5 പ്ലസ് 6. എല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 6 5 11 1 12 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ സൈഡ് 1 സെന്റിമീറ്റർ ആണ് കൂട്ടുന്നതെങ്കിൽ ഏരിയ എത്ര കിട്ടും നമുക്ക്? 12 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും അല്ലേ? അപ്പൊ അടുത്തതായിട്ട് നമുക്ക് പേജ് നമ്പർ 180-ലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു റെക്ടാങ്കിൾ എടുക്കുക. റെക്ടാങ്കിൾ എന്ന് പറഞ്ഞാൽ ചതുരം അല്ലെ? ഒരു ചതുരം എടുക്കുക. അതിന്റെ ഒരു വശത്തിന്റെ നീളം മറ്റേ വശത്തിന്റെ നീളത്തെക്കാട്ടിലും 1 സെന്റിമീറ്റർ കുറവായിട്ട് എടുക്കുക. അതുപോലെ തന്നെ ചെറിയ വശത്തിന്റെ നീളത്തിനെ നമ്മൾ x എന്നും എടുക്കാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. നമ്മുടെ ആ റെക്ടാങ്കിളിന്റെ പെരിമീറ്ററിനെ നമ്മൾ p(x) ആയിട്ട് എടുത്താൽ എക്സും p(x)ഉം തമ്മിലുള്ള ആ ഒരു റിലേഷനെ നമ്മൾ ഇക്വേഷൻ ആക്കി എഴുതുക, അതായത് സമവാക്യമായിട്ട് എഴുതുക. അപ്പൊ ഇതാണ് നമ്മുടെ റെക്ടാങ്കിൾ. അതിന്റെ ചെറിയ വശത്തിനെ നമ്മൾ x എന്നാണ് എടുക്കേണ്ടത് അല്ലെ? x. അങ്ങനെയാണെങ്കിൽ വലിയ വശം എന്തായിരിക്കും? വലിയ വശത്തിനെക്കാട്ടിലും 1 സെന്റിമീറ്റർ കുറവാണ് ചെറിയ വശം എന്നല്ലേ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്. അപ്പൊ വലിയ വശം എത്രയായിരിക്കും? x+1 ആയിരിക്കും അല്ലെ? അപ്പൊ ലെങ്ത് എത്ര കിട്ടി? x+1ഉം ബ്രെഡ്ത്ത് എത്രയാണ്? x ആണ് കിട്ടിയേക്കുന്നത് അല്ലെ? നമ്മളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ചെറിയ വശത്തിനെ x എന്ന് എടുക്കണമെന്ന്. അതുകൊണ്ടാണ് ചെറിയ വശത്തിനെ x എന്ന് എടുത്തത്. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ കൂടെ ഒന്നുകൂടെ കൂട്ടുന്നതായിരിക്കും വലിയ വശം അല്ലെ? അപ്പൊ നമ്മൾ ഷോർട്ടർ സൈഡിന്റെയും ലാർജർ സൈഡിന്റെയും ലെങ്ത് എഴുതിയിട്ടുണ്ടല്ലേ? ഇനി അടുത്തതായിട്ട് നമ്മളോട് പെരിമീറ്റർ ആണ് ചോദിച്ചത് അല്ലെ? പെരിമീറ്റർ അല്ലെങ്കിൽ p(x). p(x) എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടുത്തെ പെരിമീറ്റർ നമുക്കൊന്ന് കണ്ടുപിടിക്കാം. ഇവിടെ 4 സൈഡും നമുക്ക് തന്നിട്ടുണ്ട്. x പ്ലസ് x+1 പ്ലസ് x പ്ലസ് x+1. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ചുറ്റളവാണല്ലേ? ചുറ്റളവ്. ഇവിടെ ഇപ്പൊ എത്ര എക്സ് ഉണ്ടെന്ന് നോക്കിയേ. 1 2 3 4. അപ്പൊ 4x പ്ലസ് 1 + 1 എത്രയാണ്? 2 ആണല്ലേ? 4x + 2 എന്ന് കിട്ടും. അപ്പൊ p(x)ഉം x-ഉം തമ്മിലുള്ള റിലേഷൻ എന്താണ്? p(x) എന്ന് പറയുന്നത് 4x + 2 എന്ന് കിട്ടും അല്ലെ? അതായത് ഇവിടെ നമ്മൾ എക്സിന്റെ സ്ഥാനത്ത് നമുക്ക് 1ഉം 2ഉം 3ഉം ഒക്കെ ഇട്ട് കൊടുക്കാം. അതിനനുസരിച്ച് ഈ എക്സ് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ഇവിടുത്തെ p(x)ഉം x-ഉം തമ്മിലുള്ള റിലേഷൻ എന്താണ്? p(x) = 4x + 2 എന്നാണ്. അപ്പൊ ഇതിന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഏരിയയെ നമ്മൾ a(x) ആയിട്ട് എടുക്കുക. അങ്ങനെയാണെങ്കിൽ a(x)ഉം x-ഉം തമ്മിലുള്ള റിലേഷൻ നമുക്ക് സമവാക്യമായിട്ട് എഴുതാം അല്ലെ? ഇക്വേഷൻ ആയിട്ട് എഴുതാം. ഇവിടുത്തെ ലെങ്ത് എന്ന് പറയുന്നത് x+1 ആണ് അല്ലെ? x+1 × ബ്രെഡ്ത്ത് എന്താണ്? x ആണ്. അപ്പൊ നമുക്ക് ഇതിനെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. x × x എത്രയാണ്? x² ആണല്ലേ? അതുപോലെ x × 1 എന്ന് പറയുന്നത് 1x അല്ലെങ്കിൽ x എന്ന് പറയാം. അപ്പൊ ഇവിടുത്തെ a(x)ഉം x-ഉം തമ്മിലുള്ള റിലേഷൻ ആണ് a(x) = x² + x. ആ റിലേഷനായി നമ്മൾ ഇക്വേഷൻ ആക്കി എഴുതിയിട്ടുണ്ട്. അടുത്തത് ഇതിന്റെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് p(1)ഉം p(2), p(3), p(4), p(5) ഇത്രയും കണ്ടുപിടിച്ചിട്ട് ഇതിനെന്തെങ്കിലും ക്രമം കാണുന്നുണ്ടോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ p(1) എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. p(x) എന്ന് പറഞ്ഞാൽ എന്താണ്? 4x + 2 ആണല്ലേ? അങ്ങനെയാണെങ്കിൽ p(1) എന്താണ്? എക്സിന്റെ സ്ഥാനത്ത് ഇവിടെ p(x) ആണ്. x എന്ന് പറയുന്നത് 4x + 2 എന്നാണ്. അപ്പൊ ഇവിടെ എക്സിന് പകരം നമ്മൾ 1 കൊടുത്താൽ ഇവിടുത്തെ എക്സിന് പകരം നമുക്ക് എന്ത് കൊടുക്കണം? 1 കൊടുക്കണം അല്ലെ? അപ്പൊ 4 × 1 + 2 എന്ന് കിട്ടും. അതായത് 4 × 1 എത്രയാണ്? 4 ആണ് അല്ലെ? 4 + 2 എന്ന് പറയുന്നത് 6. 4 + 2 എന്ന് പറയുന്നത് 6.
അങ്ങനെയാണെങ്കിൽ അടുത്ത പി ഓഫ് 2 നോക്കാം. പി ഓഫ് 2 എന്ന് പറയുന്നത് എന്താണ്? 4 ഇൻറ്റു എക്സിന്റെ സ്ഥാനത്തല്ലയോ 2 കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? എക്സിന് പകരം 2 എന്ന് കൊടുക്കാം. പ്ലസ് 2. 4 ഗുണം 2 എത്രയാണ്? 8 ആണല്ലേ. 8ന്റെ കൂടെ 2 കൂടെ കൂട്ടിയാൽ 10. അടുത്ത നമുക്ക് പി ഓഫ് 3 എഴുതാം. പി ഓഫ് 3 എന്ന് പറയുന്നത് 4 ഗുണം 3 അധികം 2. 4 ഗുണം 3 എത്രയാണ്? 12 ആണല്ലേ. 12ന്റെ കൂടെ 2 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 14. അടുത്ത പി ഓഫ് 4 കണ്ടുപിടിക്കാം. പി ഓഫ് 4 എന്ന് പറഞ്ഞാൽ 4 ഗുണം 4 പ്ലസ് 2. 4 ഗുണം 4 എന്ന് പറയുന്നത് 16. 16ന്റെ കൂടെ 2 കൂടെ കൂട്ടിയാൽ 18. അടുത്ത നമുക്ക് പി ഓഫ് 5 കണ്ടുപിടിക്കാം. പി ഓഫ് 5 എന്ന് പറഞ്ഞാൽ 4 ഗുണം എക്സിന്റെ സ്ഥാനത്ത് 5 എന്ന് കൊടുക്കാം പ്ലസ് 2. 4 5 എത്രയാണ്? 4 20 ആണല്ലേ. 20 പ്ലസ് 2 22. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് മാറ്റമാണ് വന്നേക്കുന്നത്? ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ, അതായത് 6ൽ നിന്നും 10ലോട്ട് വരിക എന്ന് പറഞ്ഞാൽ എന്താണ്? 4 കൂട്ടുവാണ് അല്ലേ. അതുപോലെ 10ൽ നിന്നും 14ലോട്ട് വരിക എന്ന് വെച്ചാലും 4 കൂട്ടുവാണ്. 14ൽ നിന്ന് 18ലോട്ട് പോകാന്ന് പറഞ്ഞാലും 4 കൂട്ടുവാണ്. 18ൽ നിന്ന് 22ലോട്ട് വരുവാണെങ്കിലും 4 കൂട്ടുവാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ പി ഓഫ് 6 അടുത്ത പെരിമീറ്റർ എത്രയായിരിക്കും? ഇത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഈ 22ന്റെ കൂടെ 4 കൂടെ കൂട്ടിയാൽ മതി അല്ലേ. 22ന്റെ കൂടെ 4 കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 26. അപ്പൊ നമുക്കിവിടെ മനസ്സിലായി ഈ പെരിമീറ്ററിന്റെ കൂടെ 4 വീതം കൂട്ടിക്കൂട്ടിയാണ് വരുന്നത് അല്ലേ. അതായത് 6 ആണ് തുടങ്ങുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത് 6 ആണ്, പിന്നീട് എന്താണ്? 4 വീതം കൂട്ടിക്കൂട്ടിയാണ് പോകുന്നത്. അതാണ് ഇവിടുത്തെ പാറ്റേൺ. അപ്പൊ ഇവിടെ നമുക്ക് എന്തെഴുതാം? സ്റ്റാർട്ടിങ് വിത്ത് 6 അല്ലേ. 6ലാണ് തുടങ്ങുന്നത്. അവിടെ നിന്നും ഓരോ ടേമിന്റെ കൂടെയും എന്താണ്? 4 വീതം കൂടിക്കൂടിയാണ് വരുന്നത് അല്ലേ. ഇതേപോലെ നമുക്ക് ഏരിയയുടെ പാറ്റേൺ നോക്കിയാലോ. ഏരിയ എ ഓഫ് എക്സ് എന്ന് പറയുന്നത് x² പ്ലസ് എക്സ് ആണല്ലേ. അങ്ങനെയാണെങ്കിൽ എ ഓഫ് 1 എത്രയായിരിക്കും? 1² പ്ലസ് 1 ആണല്ലേ. 1² എന്ന് പറയുന്നത് 1 ആണ്. 1 പ്ലസ് 1 എന്ന് പറയുന്നത് 2. അടുത്ത എന്താണ്? എ ഓഫ് 2 എന്ന് പറയുന്നത് 2² പ്ലസ് 2. 2² എന്ന് പറയുന്നത് 4 ആണ്. 4 പ്ലസ് 2 എത്രയാണ്? 4 പ്ലസ് 2 എന്ന് പറയുന്നത് 6. അടുത്തത് എ ഓഫ് 3 എന്ന് പറയുന്നത് 3² പ്ലസ് 3 ആണല്ലേ. അതായത് 3ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 9 ആണ്. 9 പ്ലസ് 3 എത്രയാണ്? 12 ആണല്ലേ. അടുത്ത എ ഓഫ് 4, അതായത് 4ന്റെ സ്ക്വയർ പ്ലസ് 4. 4ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 16 ആണ്. 16ന്റെ കൂടെ 4 കൂടെ കൂട്ടിയാൽ 20. എ ഓഫ് 5 കൂടെ ചെയ്താൽ മതി. എ ഓഫ് 5 എന്ന് പറഞ്ഞാൽ 5ന്റെ സ്ക്വയർ ആണ് പ്ലസ് 5. 5ന്റെ സ്ക്വയർ എത്രയാണ്? 25 ആണല്ലേ. 25 പ്ലസ് 5 എന്ന് പറയുന്നത് 30. അപ്പൊ ഇനി നമുക്ക് അടുത്ത പാറ്റേൺ നോക്കാം. 2ന്റെ കൂടെ എത്ര കൂട്ടുമ്പോഴാണ് 6 കിട്ടുന്നത്? 4 കൂട്ടുമ്പോഴാണ് അല്ലേ. അടുത്തത് 6ന്റെ കൂടെ എത്ര കൂട്ടുമ്പോഴാണ് 12 കിട്ടുന്നത്? പ്ലസ് 6. 6 കൂട്ടുമ്പോഴാണ് അല്ലേ. 6 ആണ് 12. 12ന്റെ കൂടെ എത്ര കൂട്ടുമ്പോഴാണ് നമുക്ക് 20 കിട്ടുന്നത്? 8 കൂട്ടുമ്പോഴാണ് അല്ലേ. അതുപോലെ തന്നെ 20ന്റെ കൂടെ എത്ര കൂട്ടുമ്പോഴാണ്? 10 കൂട്ടുമ്പോഴാണ് 30 കിട്ടുന്നത്. അപ്പൊ നമ്മളിവിടെ എങ്ങനെയാണ് കൂട്ടിയേക്കുന്നത്? ഈവൻ നമ്പേഴ്സ് ആണ് കൂട്ടിയേക്കുന്നത് അല്ലേ. അടുത്തടുത്തുള്ള ഈവൻ നമ്പേഴ്സ് ആണ് കൂട്ടിയേക്കുന്നത്. അതായത് ആദ്യം തുടങ്ങുന്നത് എവിടെയാണ്? 4ലാണ് അല്ലേ. ആദ്യം 4 കൂട്ടി, പിന്നെന്താണ്? 6, 8, 10. അതായത് ഈവൻ നമ്പേഴ്സ് ആണ് ഇവിടെ കൂട്ടിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തെഴുതാം? ആഡിങ് കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് അല്ലേ. തുടർച്ചയായിട്ടുള്ള ഇരട്ട സംഖ്യകളാണ് കൂട്ടുന്നത്. അടുത്ത നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇതേപോലെ ഒരു റെക്റ്റാങ്കിൾ എടുക്കുക. റെക്റ്റാങ്കിളിന്റെ ലെങ്ത് എത്രയാണ്? 7 സെന്റിമീറ്റർ ആണ്. ബ്രെഡ്ത്ത് 5 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഇതുപോലെയുള്ള ഒരു റെക്റ്റാങ്കിൾ എടുത്തതിന് ശേഷം അതിന്റെ എല്ലാ കോർണറിൽ നിന്നും, എല്ലാ മൂലകളിൽ നിന്നും, അതായത് 4 മൂലകളിൽ നിന്നും ചെറിയൊരു സമചതുരത്തിനെ നമ്മൾ കട്ട് ചെയ്യുക. സമചതുരത്തിനെ കട്ട് ചെയ്തതിനു ശേഷം ഈ വശങ്ങളെല്ലാം കൂടെ മുകളിലോട്ട് മടക്കി ഇതുപോലൊരു ബോക്സ് ആക്കി മാറ്റി. നമ്മളോട് ഒന്നാമത് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ, ഈ സമചതുരം ഉണ്ടല്ലോ നമ്മൾ വെട്ടിയെടുത്ത ആ സമചതുരത്തിന്റെ വശത്തിനെ നമ്മൾ എക്സ് എന്ന് എടുക്കുക. അങ്ങനെയാണെങ്കിൽ ഈ സൈഡും എന്തായിരിക്കും? എക്സ് ആയിരിക്കും അല്ലെ. ഇതും എക്സ് ആയിരിക്കും, ഇതും എക്സ് ആയിരിക്കും. അതായത് ഇത് സമചതുരം ആയതുകൊണ്ട് എല്ലാ വശവും ഈക്വൽ ആയിരിക്കും അല്ലെ. ഈ സമചതുരത്തിന്റെയും എല്ലാ വശങ്ങളും എന്ത് തന്നെയായിരിക്കും? എക്സ് തന്നെ ആയിരിക്കും. ഇതിന്റെയും എക്സ് ആയിരിക്കും, ഇതിന്റെയും എക്സ് ആയിരിക്കും. അങ്ങനെ എക്സ് സെന്റിമീറ്റർ ആയിട്ട് എടുത്തിട്ട് ഈ ബോക്സ് ഉണ്ടല്ലോ, ഈ ബോക്സിന്റെ 3 അളവുകളും എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. 3 അളവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും കൂടെ ചേരുന്നതാണ് ഒരു ബോക്സിന്റെ അളവുകൾ. അപ്പൊ ആദ്യം നമുക്ക് ഈ ബോക്സിന്റെ ലെങ്ത് കണ്ടുപിടിക്കാം അല്ലെ. ഈ ലെങ്ത് എന്ന് പറയുന്നത്, നമുക്ക് ഈ പിക്ചർ നോക്കിയേ. ഈ പിക്ചറിൽ ആദ്യത്തെ റെക്ടാങ്കിളിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 7 സെന്റിമീറ്റർ, 7 സെന്റിമീറ്റർ ആണ് അല്ലെ. പക്ഷെ ഈ ബോക്സിന്റെ ലെങ്തും 7 സെന്റിമീറ്റർ ആവുമോ? ആവത്തില്ല. കാരണം എന്താണ്? ഇവിടുന്ന് ഈ എക്സ്, അതായത് ഇവിടെ ഒരു സമചതുരം, എക്സ് സെന്റിമീറ്റർ ലെങ്ത് ഉള്ള സമചതുരം നമ്മൾ വെട്ടിയെടുത്തു. ഈ ഭാഗത്തു നിന്നും എന്താണ്?
അത്രയുമുള്ളൊരു സമചതുരം വെട്ടിയെടുത്ത് അല്ലേ. അതിനുശേഷം ഈ ഭാഗം അങ്ങ് മുകളിലോട്ട് റൈസ് ചെയ്യിക്കും അല്ലെ. നമ്മുടെ ഈ ബോക്സിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? ഇതായിരിക്കും അല്ലെ. ഈ ബോക്സിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇവിടെ മുതൽ ഇവിടെ വരെ ആയിരിക്കും. അപ്പൊ ഇതും മുകളിലോട്ട് പോക്കും. അതുപോലെ തന്നെ എന്താണ്, ഈ ഒരു ഭാഗവും മുകളിലോട്ട് റൈസ് ചെയ്യും അല്ലെ. ഈ ഒരു ഭാഗവും മുകളിലോട്ട് റൈസ് ചെയ്യും, ഈ ഒരു ഭാഗവും മുകളിലോട്ട് റൈസ് ചെയ്യും. അതാണ് നമ്മുടെ ഈ ബോക്സ്. അപ്പൊ ഇവിടുത്തെ നമ്മുടെ ബോക്സിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇതാണ്. ഇതെന്ന് പറയുന്നത് എത്രയാണെന്ന് നോക്കാം. മൊത്തം ലെങ്ത് 7 സെന്റിമീറ്റർ ആണ് അല്ലെ. ഇവിടെ മുതൽ ഇവിടെ വരെ 7 ആണ്. അതിൽ എക്സും പോയി എക്സും പോയി. ഇവിടെയും ഒരു എക്സ് പോവല്ലോ, സമചതുരമായതുകൊണ്ട് ഇവിടെയും ഒരു എക്സ് പോവും അല്ലെ. അപ്പൊ മൊത്തം 7-ൽ നിന്നും എത്ര പോകുന്നുണ്ട്? എക്സ് പ്ലസ് എക്സ്. ഇവിടെ എക്സ് പോകുന്നുണ്ട്, ഇവിടെയും എക്സ് പോകുന്നുണ്ട്. അങ്ങനെ എത്ര എക്സുകൾ പോകുന്നുണ്ട്? 2 എക്സുകൾ പോകുന്നുണ്ട് അല്ലെ. 7 മൈനസ് 2x. മൊത്തം 7-ൽ നിന്നും 2 എക്സുകളെ മൈനസ് ചെയ്ത് കളയുക. അപ്പം നമ്മുടെ ലെങ്ത് എത്ര കിട്ടും? 7 മൈനസ് 2x എന്ന് കിട്ടും. അപ്പം നമ്മുടെ ഈ റെക്ടാംഗിളിന്റെ ലെങ്ത് എത്രയായിരുന്നു? 7 ആയിരുന്നു അല്ലേ. ആ ചതുരത്തിന്റെ നീളം എന്ന് പറയുന്നത് 7 ആയിരുന്നു. അതിൽ നിന്നും ഈ എക്സും അങ്ങ് പോവും അല്ലേ. അതായത് നമ്മുടെ ബോക്സിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? 7. മൊത്തം 7-ൽ നിന്നും ഈ എക്സും അങ്ങ് മൈനസ് ചെയ്യും അല്ലേ. അതായത് 2x അങ്ങ് മൈനസ് ചെയ്യും. അപ്പൊ ബോക്സിന്റെ നീളം എന്ന് പറയുന്നത് എത്ര കിട്ടി? 7 മൈനസ് 2x എന്ന് കിട്ടി. അടുത്ത് നോക്കിയേ, ഈ ഒരു ബോക്സിന്റെ വീതിയാണ് വേണ്ടത് അല്ലേ. വീതി എന്ന് പറയുന്നത് ഈ ഒരു ഭാഗമായിട്ട് വരും അല്ലെ. റെക്ടാംഗിളിന്റെ ഈ 2 ഭാഗങ്ങളായിട്ട് വരും. അപ്പൊ ഇതിന്റെ മൊത്തം, അതായത് ഈ ഒരു റെക്ടാംഗിളിന്റെ മൊത്തം വീതി 5 ആണ്. അതിൽ നിന്നും എത്ര എക്സുകൾ കുറയ്ക്കണം? ഇത്രയും ഭാഗവും, അതായത് ഇത് കട്ട് ചെയ്ത് കളഞ്ഞു. അതിനുശേഷം ഇത് ഇങ്ങനെ റേസ് ചെയ്യുവാണ് അല്ലെ. റേസ് ചെയ്ത് ഇതിങ്ങനെ പൊക്കി ഇങ്ങനെ വെക്കുവാണ്. അപ്പൊ എന്തായിരിക്കും? ഇത് ഈ ഭാഗം അതണ്ട, ഇത്രയും ആയിരിക്കും അതിന്റെ വീതി എന്ന് പറയുന്നത്. മൊത്തം എത്രയാണ്? 5 ആണ് അല്ലെ. 5-ൽ നിന്നും ഇവിടെ ഒരു എക്സ് ഇവിടെ ഒരു എക്സ് മൈനസ് ചെയ്യും. അപ്പൊ എത്രയാണ്? 5 മൈനസ് എത്ര എക്സുകളാണ്? 2 എക്സുകളാണ് മൈനസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വീതി എത്ര കിട്ടി? 5 മൈനസ് 2x എന്ന് കിട്ടി. അപ്പൊ നമ്മുടെ ബോക്സിന്റെ വീതിയും കിട്ടി. ഇനി അടുത്തതായിട്ട് ബോക്സിന്റെ ഹൈറ്റ് ആണ്, ഉയരമാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. നമുക്കറിയാം ഹൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു നീളമാണ് അല്ലെ. അതെന്ന് പറയുന്നത് ഇവിടെ നോക്കിയേ, ഈ ഒരു ഭാഗത്തിനെ നമ്മൾ, അതായത് ഇങ്ങനെ പൊക്കുമ്പോൾ ഈ ഭാഗവും ഒക്കെ എന്തായിരിക്കും? അതിന്റെ ഹൈറ്റ് ആയിരിക്കും. ഇതിങ്ങനെ മുകളിലോട്ട് പൊങ്ങുമല്ലേ, മുകളിലോട്ട് ഈ ഒരു ഭാഗം ഇങ്ങനെ മുകളിലോട്ട് പൊക്കുമല്ലേ. അങ്ങനെ മുകളിലോട്ട് പൊക്കുന്ന സമയത്ത് ഈ ഒരു കോർണർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒന്നുകിൽ ഈ ഒരു ലെങ്ത് അല്ലെങ്കിൽ ഈ ഒരു ലെങ്ത്. ഇതെല്ലാം എന്താണ്? അതിന്റെ ഹൈറ്റ് ആയിട്ട് വരും അല്ലെ. അപ്പൊ നമ്മുടെ ഹൈറ്റ് ഇവിടെ എത്രയായിരിക്കും? എക്സ് ആയിരിക്കും ഹൈറ്റ്. അപ്പൊ നമ്മുടെ പെട്ടിയുടെ ലെങ്തും കിട്ടി. ലെങ്ത് എന്ന് പറയുന്നത് 7 മൈനസ് 2x ആണ്. ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 5 മൈനസ് 2x ആണ്. ഹൈറ്റ്, ഉയരം എന്ന് പറയുന്നത് x സെന്റിമീറ്ററുമാണ്. അപ്പൊ ഇതിന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു പെട്ടിയുടെ വോളിയത്തിനെ നമ്മൾ v ഓഫ് x എന്നാണ് എടുക്കുന്നത്. v ഓഫ് x. ആ v ഓഫ് എക്സും എക്സും തമ്മിലുള്ള റിലേഷനാണ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ റിലേഷന്റെ ഇക്വേഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വോളിയം അല്ലെങ്കിൽ വ്യാപ്തത്തിന്റെ ഇക്വേഷൻ എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണല്ലേ. നീളം ഗുണം വീതി ഗുണം ഉയരം. അപ്പൊ നമുക്കറിയാം വി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈ ഒരു പെട്ടിയുടെ വോളിയമായിട്ട് എടുക്കുവാണ്. ലെങ്ത് എത്രയാണെന്നറിയാം. അവിടുത്തെ ലെങ്ത് എത്രയാണ്? 7 മൈനസ് 2x ആണല്ലേ. അതുപോലെ ബ്രെഡ്ത്ത് എത്രയാണ്? 5 മൈനസ് 2x ഗുണം ഹൈറ്റ് എത്രയായിരുന്നു? h ആണല്ലേ. അപ്പൊ ഇതിനെ നമുക്കൊന്ന് ചെയ്തു നോക്കാം. ആദ്യം നമുക്ക് ഇതിനെ രണ്ടിനെയും കൂടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ആദ്യം നമുക്ക് 7 ഇൻറ്റു 5. 7 ഇൻറ്റു 5 എത്രയാണ്? 35 അല്ലെ. 35 ആണല്ലേ. അടുത്ത എന്താണ്? 7നെ നമുക്ക് 2x മൾട്ടിപ്ലൈ ചെയ്യാം. വെറും 2x അല്ല, മൈനസ് 2x ആണല്ലേ. 7 ഇൻറ്റു 2 എത്രയാണ്? 14 ആണ്. 14 ഇൻറ്റു ഒരു എക്സ് കൂടെ ഉണ്ട്, 14x. ഇനി ഇവിടെ ഒരു മൈനസ് ആണല്ലേ. 7 എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് സംഖ്യയാണ്, 2x എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് സംഖ്യയാണ്. അപ്പൊ പോസിറ്റീവും നെഗറ്റീവും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നെഗറ്റീവ് തന്നെ കിട്ടും അല്ലേ. അപ്പൊ നമ്മൾ 7നെ ഈ 2 സംഖ്യകളുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തല്ലേ. ഇനി അടുത്ത 2xനെ എടുക്കാം. 2xനെ നമുക്ക് ആദ്യം 5 മൾട്ടിപ്ലൈ ചെയ്യാം. വെറും 2x അല്ല, മൈനസ് 2x ആണല്ലേ. അപ്പൊ മൈനസും പ്ലസും ആണല്ലോ, അപ്പൊ മൈനസ് കിട്ടും. 2x ഇൻറ്റു 5, അതായത് 5 ഇൻറ്റു 2 10 ആണ്. പിന്നെ ഒരു എക്സ് കൂടെ ഉണ്ട്, അപ്പൊ 10x. ഇനി അടുത്തത് മൈനസ് 2x ഇൻറ്റു മൈനസ് 2x ആണല്ലേ. 2 നെഗറ്റീവ് ആണ്, അതുകൊണ്ട് ഇവിടെ പോസിറ്റീവ് വരും. 2 ഇൻറ്റു 2 4, എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ. ഇനി ഇവിടെ ബ്രാക്കറ്റിന് പുറത്ത് ആര് കിടപ്പുണ്ട്? ഒരു എക്സ് കൂടെ കിടപ്പുണ്ട് അല്ലെ. 35. ഇത് രണ്ടും എന്താണ്? നെഗറ്റീവ് സംഖ്യകളാണ് അല്ലെ. 2 നെഗറ്റീവ് സംഖ്യകൾ വരുമ്പോൾ എന്ത് ചെയ്യും? രണ്ടും കൂടെ കൂട്ടുക, അതേ സൈൻ തന്നെ കൊടുക്കുക അല്ലെ. അപ്പം ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 14ഉം 10ഉം കൂടെ, അതായത് 24x. ഇവിടെ മൈനസ് വന്ന് അറിയാമല്ലോ, സെയിം സൈൻ ആയതുകൊണ്ട് രണ്ടും കൂടെ കൂട്ടിയിട്ട് അതേ സൈൻ തന്നെയാണ് കൊടുക്കുന്നത്. പ്ലസ് 4x സ്ക്വയർ. ബ്രാക്കറ്റിന്റെ പുറത്ത് എന്തുണ്ട്? ഒരു എക്സ് ഉണ്ട് അല്ലേ. ഇനി എക്സിനെ നമുക്ക് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എക്സ് ഇൻറ്റു 35 എന്താണ്? 35x ആണല്ലേ.
അടുത്ത എന്താണ് മൈനസ് 24x ഇൻറ്റു എക്സ്, അതായത് 24x². അടുത്ത എന്താ പ്ലസ് 4x² ഇൻറ്റു എക്സ്, 4x³ അതായത് 4x² ഇൻറ്റു എക്സ് എന്നാണ്. അതായത് 4x² ഇൻറ്റു എക്സ് എന്നാണ്. x² എക്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് x³ ആണല്ലേ. പിന്നെ ഒരു 4ഉം കൂടെ ഉണ്ട്, അങ്ങനെയാണ് ഇവിടെ 4x³ വന്നത്. അപ്പൊ ഇവിടെ നമുക്ക് എക്സിന്റെ ക്യൂബും സ്ക്വയറും ഒക്കെ ഉണ്ടല്ലേ. അപ്പൊ നമുക്ക് ആദ്യം എന്ത് എഴുതാം, എക്സിന്റെ ക്യൂബിനെ എടുത്ത് എഴുതാം 4x³. അടുത്ത എന്താണ് മൈനസ് 24x². അതിനുശേഷം ഇവിടെ 35x ആണല്ലേ, അതായത് പ്ലസ് പോസിറ്റീവ് ആണ്, പ്ലസ് 35x. അപ്പൊ വി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, വി ഓഫ് എക്സ് ഈക്വൽ ടു 4x³ മൈനസ് 24x² പ്ലസ് 35x. ഇതാണ് അപ്പൊ വി ഓഫ് എക്സും എക്സും തമ്മിലുള്ള റിലേഷൻ കാണിക്കുന്ന ഇക്വേഷൻ. ആ ക്വസ്റ്റിന്റെ തന്നെ മൂന്നാമത്തെ പാർട്ടി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വി ഓഫ് 1/2 കണ്ടുപിടിക്കണം, വി ഓഫ് 1 കണ്ടുപിടിക്കണം, വി ഓഫ് 1½ കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യം നമുക്ക് വി ഓഫ് 1/2 കണ്ടുപിടിക്കാം. അതായത് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം അല്ലെ, ആ കട്ട് ചെയ്ത ഭാഗമാണ്. അതായത് നമ്മൾ ആ റെക്ടാങ്കിളില് മൂലയ്ക്ക് കട്ട് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, അതാണ് എക്സ് അല്ലെ. കട്ട് ചെയ്ത ഭാഗത്തിന്റെ നീളം എന്ന് പറയുന്നത് 1/2 ആണെങ്കിൽ നമുക്ക് വി ഓഫ് എക്സ് അവിടുത്തെ വോളിയം കണ്ടുപിടിക്കാമല്ലോ. വോളിയം എന്ന് പറയുന്നത് എന്താണ് 4 ഇൻറ്റു ഇവിടെ എക്സ് വന്നിടത്തല്ല നമുക്ക് 1/2 കൊടുക്കാം. 4 ഇൻറ്റു 1/2 ദ ഹോൾ ക്യൂബ് മൈനസ് 24 ഇൻറ്റു 1/2 സ്ക്വയർ പ്ലസ് 35 ഇൻറ്റു 1/2. അടുത്ത നമുക്ക് 4 ഗുണം 1/2 ദ ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്, അംശത്തിലും ഛേദത്തിലും രണ്ടുപേർക്കും ഈ ക്യൂബ് ഉണ്ടല്ലേ. അതായത് 1ന്റെ ക്യൂബ് എന്താണ് 1 ഇൻറ്റു 1 ഇൻറ്റു 1 എന്നാണല്ലേ. 1നെ പരസ്പരം എത്ര ഗുണിച്ചാലും എന്ത് തന്നെയായിരിക്കും, 1 തന്നെയായിരിക്കും അല്ലേ. അപ്പൊ ഇവിടെ നമുക്ക് 1ന്റെ ക്യൂബിനെ 1 എന്ന് തന്നെ കൊടുക്കാം, ഡിവൈഡ് ബൈ 2ന്റെ ക്യൂബ് മൈനസ് 24 ഇൻറ്റു ഇവിടെ 1ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 തന്നെയാണല്ലോ, ഡിവൈഡഡ് ബൈ 2ന്റെ സ്ക്വയർ പ്ലസ് 35 ഇൻറ്റു 1/2. 4 ഇൻറ്റു 1/8 എന്നാണല്ലോ, 2ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 8 ആണല്ലേ, മൈനസ് 24 ഇൻറ്റു 2ന്റെ സ്ക്വയർ എത്രയാണ് 4 ആണ്, പ്ലസ് 35 ഇൻറ്റു 1/2. അടുത്തതായിട്ട് ഈ 4നെയും ഈ 8നെയും കൂടെ നമുക്ക് കട്ട് ചെയ്യാമല്ലോ. 4 ഇൻറ്റു 2 ആണ് 8 അല്ലേ, അപ്പൊ 2 ഇവിടെ കൊടുക്കണം. അതുപോലെ തന്നെ 24നെയും 4നെയും കട്ട് ചെയ്യാമല്ലോ. 6 ഇൻറ്റു 4 ആണ് 24, അപ്പം 6 ഇവിടെ കൊടുക്കണം. അപ്പൊ ഇവിടെ എന്ത് കിട്ടി 1/2 മൈനസ് 6 പ്ലസ് ഇവിടെ ഇനി ഒന്നുമില്ല, 6 മാത്രമല്ലേ ഉള്ളൂ, 35/2. ഇവിടെ നോക്കിയേ 1/2ഉം 35/2ഉം ഇത് രണ്ടിന്റെയും ഡിനോമിനേറ്റർ അതായത് ഛേദം ഒന്നാണല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇത് രണ്ടും കൂടെ എന്താണോ ചെയ്യേണ്ടത്, ഇതിപ്പോ നോക്കിയേ 1/2 ഒരുമിച്ചൊന്ന് എഴുതി നോക്കാം. ഇതെന്താണ് പ്ലസ് ആണല്ലേ, പ്ലസ് 35/2 മൈനസ് 6. അപ്പൊ ഇവിടെ ഇത് രണ്ടും കൂടെ കൂട്ടുവാണല്ലേ. ഒരേ ഛേദം വന്നാൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ഛേദം കോമൺ ആയിട്ട് എഴുതും അല്ലെ. ഛേദം പൊതുവായിട്ട് എഴുതിയിട്ട് അംശങ്ങൾ കൂട്ടി വെക്കും. 1 അധികം 35 എത്രയാണ് 36 ആണല്ലേ, മൈനസ് 6. ഇനി എന്താണ്, ഇനി നമുക്കിതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 36 ഇൻറ്റു 1 എത്രയാണ് 36, നടുക്ക് മൈനസ് ഉണ്ട്. 6 ഇൻറ്റു 2 12 ബൈ എന്താണ് 2 ആണല്ലേ. ഇനി 36ഉം 12ഉം കൂടെ മൈനസ് ചെയ്താൽ എത്ര കിട്ടും, 24 എന്ന് കിട്ടുമല്ലോ. 24/2 എന്ന് കിട്ടും. അതായത് 24/2 എന്ന് പറഞ്ഞാൽ എന്താണ് 12 ആയിരിക്കും. അപ്പോൾ അവിടുത്തെ വോളിയം എന്ത് കിട്ടി 12 cm³ എന്ന് കിട്ടും അല്ലേ. അടുത്ത നമുക്ക് വി ഓഫ് 1 കണ്ടുപിടിക്കാം. അതായത് ആ കട്ട് ചെയ്ത പോർഷൻ, ആ എക്സ് എന്ന് പറയുന്ന കട്ട് ചെയ്ത നമ്മുടെ പോർഷൻ ഉണ്ടല്ലോ, ആ പോർഷന്റെ നീളം 1 ആണെങ്കിൽ വോളിയം എത്രയായിരിക്കും എന്നാണ് ചോദിച്ചേക്കുന്നത്. അതായത് നമ്മൾ ഇക്വേഷനിലോട്ട് എക്സിന്റെ സ്ഥാനത്തെല്ലാം 1 കൊടുക്കുവാണേ. 1ന്റെ ക്യൂബ് മൈനസ് 24 ഇൻറ്റു 1ന്റെ സ്ക്വയർ പ്ലസ് 35 ഇൻറ്റു 1. അതായത് 4 ഇൻറ്റു 1ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്, 4 ഇൻറ്റു 1ന്റെ ക്യൂബ് എന്താണ് 1 തന്നെയാണല്ലേ, മൈനസ് 24 ഇൻറ്റു 1ന്റെ സ്ക്വയർ 1 തന്നെയാണല്ലേ, പ്ലസ് 35 ഇൻറ്റു 1 എന്ന് പറയുന്നത് 35. 4 ഇൻറ്റു 1 എത്രയാണ് 4 മൈനസ് 24 ഇൻറ്റു 1 24 പ്ലസ് 35. ഇവിടെ രണ്ട് പോസിറ്റീവ് സംഖ്യകളുണ്ട് അല്ലേ, ഒന്ന് 4 ഒന്ന് 35. ഇത് രണ്ടും എന്താണ് പോസിറ്റീവ് സംഖ്യകളാണ്. അപ്പൊ അത് രണ്ടും കൂടെ നമുക്ക് കൂട്ടാം. 35 പ്ലസ് 4 എത്രയാണ് 39. ഇനി മൈനസ് 24. ഇനി എന്താണ് 39ൽ നിന്നും 24 മൈനസ് ചെയ്യാമല്ലോ. അപ്പം 9ൽ 4 പോകെ 5, 3ൽ 2 പോകെ 1, 15 cm³ എന്ന് കിട്ടും. അടുത്ത നമുക്ക് വി ഓഫ് 1 ആൻഡ് 1/2 ചെയ്യാം അല്ലെ. ഈ 1 ആൻഡ് 1/2 എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു മിക്സിഡ് ഫ്രാക്ഷൻ ആണല്ലേ, ഒരു മിശ്ര ഭിന്നമാണ്. അപ്പൊ നമുക്ക് ഇതിനെ സാധാരണ ഫ്രാക്ഷൻ ആക്കാം.
അതെങ്ങനെയാക്കുന്നത് 1 ആൻഡ് 1/2നെ ആദ്യം ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ആണ് അല്ലേ. 2 × 1 എന്ന് പറഞ്ഞ 2 ആണ്, പ്ലസ് 1 അതായത് 3 എന്ന് കിട്ടും ബൈ ഡിനോമിനേറ്റർ. വി ഓഫ് 1 ആൻഡ് 1/2ന് പകരം നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? വി ഓഫ് 3/2 കണ്ടുപിടിച്ചാൽ മതി. അപ്പം നമുക്ക് ഇക്വേഷനോട്ട് കൊടുക്കാം. 4 × എക്സിന്റെ സ്ഥാനത്ത് നമുക്ക് 3/2 കൊടുക്കണം. 3/2 ദ ഹോൾ ക്യൂബ്, എക്സ് ക്യൂബ് എന്നായിരുന്നല്ലോ, മൈനസ് 24 × 3/2 ദ ഹോൾ സ്ക്വയർ പ്ലസ് 35 × 3/2. 4 × ഈ 3 എന്ന് പറയുന്നത്, അതായത് ഈ ക്യൂബ് എന്താണ്? അംശത്തിനും ഛേദത്തിനും വരുന്നുണ്ട്. അപ്പൊ നമുക്ക് രണ്ടിനും കൊടുക്കണം. 3³ / 2³ മൈനസ് 24 × 3² / 2² പ്ലസ് 35 × 3/2. 4 × 3³ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 × 3 9 ആണ്. 3³ എന്ന് പറഞ്ഞാൽ എന്താണ്? 3 × 3 × 3 എന്നാണ്. അതായത് 3നെ 3 പ്രാവശ്യം ഗുണിക്കുക, അതാണ് 3³ എന്ന് പറയുന്നത്. 3 × 3 എത്രയാണ്? 9 ആണ് അല്ലേ. 9 × 3 27. അപ്പൊ 3³ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 27 ബൈ 2³ എത്രയാണ്? നേരത്തെ പറഞ്ഞിരുന്നത് 8 ആയിരുന്നു അല്ലേ. മൈനസ് 24 ഗുണം 3യുടെ സ്ക്വയർ 9 ആണ്, 2ന്റെ സ്ക്വയർ 4 ആണ്, പ്ലസ് 35 × 3/2. ഇനി ഈ 8നെയും 4നെയും കൂടെ നമുക്ക് കട്ട് ചെയ്യാമല്ലോ. 8നെയും 4നെയും കൂടെ കട്ട് ചെയ്യുമ്പം ഇവിടെ 2 വരും അല്ലേ. 4 × 2 ആണ് 8. അടുത്തത് 4നെയും 24നെയും കൂടെ കട്ട് ചെയ്യുമ്പം 6 × 4 ആണ് 24. അപ്പം അതിനെ കട്ട് ചെയ്യാം. ഇനി ഇതിനെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പം ഇനി എന്ത് കിട്ടി? 27/2 എന്ന് കിട്ടി. 9 × 6 54 അല്ലേ. അപ്പം 54 പ്ലസ് 35 × 3 എത്രയാ? 105 ആണ് ബൈ 2. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരേ ഛേദമുള്ള 2 നമ്പേഴ്സ് ഉണ്ടല്ലേ, അതിനെ നമ്മൾ ഒരുമിച്ച് എഴുതാം. പ്ലസ് 105/2 മൈനസ് 54. അപ്പോൾ ഒരേ ഛേദമുള്ളതിന് എന്ത് ചെയ്താൽ മതി? നമുക്ക് കോമൺ ആയിട്ട് ആ ഛേദം കൊടുക്കുക, പിന്നെ അംശങ്ങൾ തമ്മിൽ അങ്ങ് കൂട്ടുക. 27 + 105 മൈനസ് 54. 105ഉം 27ഉം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 132 എന്ന് കിട്ടും അല്ലേ. 132/2 മൈനസ് 54. ഇവിടെ നമുക്ക് ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യേണ്ട ആവശ്യമില്ല, ഇതിനെ നമുക്ക് കട്ട് ചെയ്ത് കളയാമല്ലോ. അതായത് 132/2 എത്രയാണ്? 66 ആണല്ലേ. 66 മൈനസ് 54. 66ൽ നിന്ന് 54 പോകെ 12 ആണല്ലേ. 12 cm3. അപ്പൊ അവിടുത്തെ വോളിയം എത്രയാണ്? 12 cm3. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് 1 മീറ്റർ നീളമുള്ള ഒരു കയറ്, അതായത് 1 മീറ്റർ നീളം എന്ന് വെച്ചാൽ 100 സെന്റിമീറ്റർ ആണല്ലേ. അപ്പോൾ 1 മീറ്റർ നീളമുള്ള ഒരു കയറിനെ നമ്മൾ എന്താക്കിയിട്ടുണ്ട്? ഒരു ചതുരമാക്കിയിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചതുരമാക്കാം അല്ലേ. ഇപ്പൊ ഞാൻ എന്താണ് ഇവിടെ ഇപ്പൊ ഇച്ചിരി ലെങ്ത് കൂട്ടിയിട്ടാണ് ചതുരമാക്കിയത്. ഇനി കുറച്ചുകൂടെ ലെങ്ത് കുറച്ചിട്ട് വേണമെങ്കിൽ എന്താക്കാം? അതായത് വീതി ഇച്ചിരൂടെ കൂട്ടിയിട്ട് നമുക്ക് ചതുരമാക്കാം. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്താണ് ഒരു ചതുരമാക്കിയിട്ടുണ്ട്. ചതുരത്തിന്റെ നീളവും വീതിയും ഒന്നും നമുക്ക് തന്നിട്ടില്ല. ഇനി പറഞ്ഞേക്കുന്ന എന്താണ്? അതിന്റെ ഒരു വശം, അതായത് നീളമോ വീതിയോ ഏതെങ്കിലും ഒരു വശത്തിനെ നമ്മൾ എക്സ് എന്ന് എടുക്കുക. എക്സ് എന്ന് എടുക്കുവാണെങ്കിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എക്സും എ ഓഫ് എക്സും, എ ഓഫ് എക്സ് എന്താണെന്ന് അറിയാമല്ലോ, ഏരിയ ആണല്ലേ. എ ഓഫ് എക്സും തമ്മിലുള്ള റിലേഷൻ, ബന്ധം എന്താക്കി എടുക്കണം? സമവാക്യമാക്കിയിട്ട്, അതായത് ഇക്വേഷൻ ആക്കി എടുക്കണം. ഈ ചതുരത്തിന്റെ ചുറ്റളവ്, അതായത് പെരിമീറ്റർ എത്ര ആയിരിക്കും? ഈ ഒരു സാധനത്തിനല്ലേ നമ്മൾ ഇങ്ങനെ ആക്കി വെച്ചേക്കുന്നത്. അപ്പൊ ഇതിന്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞ, ചുറ്റളവ് എന്ന് പറഞ്ഞ എന്തായിരിക്കും? ഈ ലെങ്ത് തന്നെ ആയിരിക്കും അല്ലെ. അതായത് ഈ 1 മീറ്റർ തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ 100 സെന്റിമീറ്റർ എന്നാണ് എടുക്കുന്നത്, 100 സെന്റിമീറ്റർ ആയിരിക്കും. നമ്മൾ എടുത്ത ആ ചതുരത്തിന്റെ പെരിമീറ്റർ ആദ്യം എഴുതാം. പെരിമീറ്റർ എന്ന് പറയുന്നത് പി ആണല്ലേ. പി എന്ന് പറയുന്നത് എന്താണ്? 100 സെന്റിമീറ്റർ ആയിരിക്കും അല്ലെ. 100 സെന്റിമീറ്റർ ആണ്. അപ്പൊ ചതുരത്തിന്റെ ചുറ്റളവ് നമുക്ക് 100 സെന്റിമീറ്റർ എന്ന് കിട്ടി. അതിന്റെ ഇക്വേഷൻ എന്താണ്? 2 × L + B എന്നാണ് അല്ലെ. ചതുരത്തിന്റെ പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? 2 × L + B എന്നാണ്. അത് എത്രയാണ്? 100 ആണ്. ഇനി അടുത്തത് നോക്കിയേ, ഇവിടെ ഈ 2 എന്ന് പറയുന്ന ഒരു നമ്പർ ആണ് അല്ലെ. ഈ നമ്പറിനെ നമുക്ക് ഇപ്പുറത്തോട്ട്, അതായത് 100ന്റെ അടുത്തോട്ട് കൊണ്ടുവരാമല്ലോ. അപ്പൊ ബാക്കി ഇവിടെ ആരുണ്ട്? L + B അല്ലെ. L + B. L + B എന്ന് പറഞ്ഞാൽ എന്താണ്? 100. ഇവിടെ എന്താണ്? ഇവര് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇതിങ്ങ് ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? ഡിവിഷൻ ആവും. 100/2 എന്ന് വരും. അത് 50. അപ്പൊ 50 എന്ന് കിട്ടി. 50. അപ്പൊ ഇനി നോക്കി, നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും ഒരു വശം, ഒന്നെങ്കിൽ ലെങ്ത് അല്ലെങ്കിൽ ബ്രെഡ്ത്ത് നമ്മൾ എന്തായിട്ട് എടുക്കണം? എക്സ് ആയിട്ട് എടുക്കണം അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ ലെങ്തിന് പകരം എക്സ് എന്ന് എടുക്കാം. അപ്പൊ നമ്മുടെ നീളമാണ് എടുത്തേക്കുന്നത്. നീളം എന്താണ്? എക്സ് എന്ന് എടുത്താൽ വീതി എത്ര ആയിരിക്കും? ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എന്താണ്? ലെങ്ത് എക്സ് ആണ് അല്ലെ. ലെങ്തിനെ നമ്മൾ എക്സ് എന്ന് എടുത്ത്, അപ്പൊ എക്സ് പ്ലസ് ബ്രെഡ്ത്ത്
ബ്രെഡ്ത്ത് ഈക്വൽ ടു എന്താണ് 50 ആണല്ലേ. ലെങ്തും ബ്രെഡ്ത്തൂടെ കൂട്ടുന്ന എത്രയാണ് 50 ആണ്. ഈ ഒരു ഇക്വേഷനിൽ നിന്നാണ് നമ്മൾ ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 50 എന്ന് എടുത്തത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ലെങ്തിന് നമ്മൾ എക്സ് എന്ന് കൊടുത്തു. എക്സ് പ്ലസ് ബ്രെഡ്ത്ത് ഈക്വൽ ടു 50. അതായത് ബ്രെഡ്ത്ത് എന്തായിരിക്കും അന്നേരം 50. ഈ എക്സ് അങ്ങ് അപ്പുറത്ത് പോകും അല്ലേ. ഇത് പോസിറ്റീവ് ആണ്, ഇപ്പുറത്ത് വരുമ്പം നെഗറ്റീവ് ആവും. 50 നിന്ന് എക്സ് അങ്ങ് കുറയ്ക്കുന്നതാണ് എന്ത് നമ്മുടെ ബ്രെഡ്ത്ത്. അപ്പോൾ ഇവിടെ ബ്രെഡ്ത്ത് എന്ത് വരും? 50 മൈനസ് എക്സ് എന്ന് വരും. മനസ്സിലായോ? ലെങ്ത് എക്സ് എന്ന് എടുക്കുവാണെങ്കിൽ ബ്രെഡ്ത്ത് എന്ത് വരും? 50 മൈനസ് എക്സ് എന്ന് വരും. ഏരിയ എ ഓഫ് എക്സ് എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് അല്ലേ. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് ഏരിയ. അതായത് ലെങ്ത് ഇവിടെ എന്താണ് നമ്മൾ എടുത്തേക്കുന്നത്? എക്സ് ആണ്. അതുപോലെ ബ്രെഡ്ത്ത് എന്താ എടുത്തേക്കുന്നത്? 50 മൈനസ് എക്സ്. ഇനി അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എക്സ് ഇൻറ്റു 50 50 എക്സ് മൈനസ് എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ. അപ്പോൾ ഇതാണ് നമ്മുടെ എ ഓഫ് എക്സും എക്സും തമ്മിലുള്ള റിലേഷൻ. അതായത് ഏരിയയും എക്സും തമ്മിലുള്ള റിലേഷൻ കാണിക്കുന്ന ആ ഒരു ഇക്വേഷൻ ആണ് കൊടുത്തേക്കുന്നത്. എ ഓഫ് എക്സ് ഈക്വൽ ടു 50x മൈനസ് എക്സ് സ്ക്വയർ. ഇനി ഇതിന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് എ ഓഫ് 10ഉം എ ഓഫ് 40യും. അതായത് എ ഓഫ് 10 അതുപോലെ തന്നെ എ ഓഫ് 40 ഇത് രണ്ടും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഒരേ സംഖ്യയായിരിക്കും കിട്ടുന്നത്. അത് എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് കണ്ടുപിടിച്ച് നോക്കാം ഒരേ സംഖ്യയാണോ കിട്ടുന്നതെന്ന്. അപ്പോൾ എ ഓഫ് 10 നോക്കാം. എ ഓഫ് 10 എന്ന് പറഞ്ഞാൽ എ ഓഫ് എക്സ് നമുക്കറിയാം എന്താണ്? 50x മൈനസ് എക്സ് സ്ക്വയർ ആണല്ലേ. അപ്പോൾ എ ഓഫ് 10 എന്തായിരിക്കും? എക്സിന്റെ സ്ഥാനത്ത് 10 കൊടുക്കുക. 50 ഇൻറ്റു 10 മൈനസ് 10ന്റെ സ്ക്വയർ. 50 ഇൻറ്റു 10 എത്രയാണ്? 500 അല്ലേ. 500 മൈനസ് 10ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 100 ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 400 എന്ന് കിട്ടും അല്ലേ. ഇനി എ ഓഫ് 40 കൂടെ ചെയ്ത് നോക്കാം നമുക്ക്. എ ഓഫ് 40 എന്ന് പറയുന്നതും 50 ഇൻറ്റു എക്സിന്റെ സ്ഥാനത്ത് എന്താണ്? 40 ആണല്ലേ. 40 മൈനസ് 40യുടെ സ്ക്വയർ. 5 ഇൻറ്റു 4 എത്രയാണ്? 20 ആണല്ലേ. 2000 മൈനസ് 40യുടെ സ്ക്വയർ. 4ന്റെ സ്ക്വയർ 16 ആണ്. നന്നാല് 16 ആണ്. അതിൻ്റെ കൂട്ടത്തിൽ 2 പൂജ്യം കൂടെ അല്ലേ. 2000 നിന്നും 1600 കുറച്ചാൽ എത്രയായിരിക്കും? 400 ആണല്ലേ. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി? എ ഓഫ് 10ഉം എ ഓഫ് 40 നമുക്ക് ഈക്വൽ ആയിട്ട് കിട്ടി. ഈക്വൽ ആയിട്ട് കിട്ടുമോ നോക്കാനല്ല പറഞ്ഞത്. ഇത് എന്തുകൊണ്ടാണ് ഈക്വൽ ആയിട്ട് കിട്ടിയതെന്ന് നമ്മൾ പറയണം. എന്തുകൊണ്ടായിരിക്കും കിട്ടിയത്? അപ്പോൾ ഇവിടെ നോക്കിയേ, ഞാൻ ഇവിടെ 2 രീതിയിൽ റെക്റ്റാങ്കിൾ വരച്ചിട്ടുണ്ട്. ഇവിടെ എക്സിന്, എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലെങ്ത് ആയിരുന്നു എടുത്തത്. എക്സിന് പകരം ഞാൻ ഇവിടെ 10 എന്ന് കൊടുക്കുക. നമുക്കറിയാം ലെങ്ത് എന്ന് പറഞ്ഞാൽ നീളം കൂടിയ വശമാണ്. പക്ഷെ ഇവിടെ ഞാനിപ്പം 10 എന്നാണ് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ബ്രെഡ്ത്ത് എത്രയായിരുന്നു? 50 മൈനസ് എക്സ് ആണ് അല്ലേ. ലെങ്ത് എക്സ് ആയിട്ട് എടുക്കുവാണെങ്കിൽ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 50 മൈനസ് എക്സ് ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ 50 മൈനസ് 10 എത്രയാണ്? 40. ഇനി അടുത്തത് ലെങ്തിന് ഞാൻ എക്സ് എന്ന് പറയുന്ന ലെങ്തിന് ഞാൻ 40 എന്നെടുക്കുക. അങ്ങനെയാണെങ്കിൽ ബ്രെഡ്ത്ത് എത്രയായിരിക്കും? 50 മൈനസ് എക്സ് എന്നാണ്. അതായത് 50 മൈനസ് 40 ആണ് ഈക്വൽ ടു എന്ത് കിട്ടും? നമുക്ക് 10 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ കേസിൽ ലെങ്ത് ഞാൻ 10 എടുത്തപ്പോൾ എനിക്ക് ബ്രെഡ്ത്ത് എന്ത് കിട്ടി? 40 കിട്ടി അല്ലേ. 40 എന്ന് കിട്ടി. രണ്ടാമത്തെ കേസിലോ ലെങ്ത് ഞാൻ 40 എന്നെടുത്തപ്പോൾ ബ്രെഡ്ത്ത് എത്ര കിട്ടി? 10 എന്ന് കിട്ടി. അപ്പോൾ ഇങ്ങനെ കിട്ടിയ സമയത്ത് നോക്കിയേ, ഇത് രണ്ടും ഒരേ റെക്റ്റാങ്കിൾ തന്നെ അല്ലയോ. അതായത് ലെങ്ത് 10 എന്ന് എടുത്താൽ ബ്രെഡ്ത്ത് 40 കിട്ടി. അടുത്ത ലെങ്ത് 40 എന്ന് എടുത്തപ്പോൾ ബ്രെഡ്ത്ത് 10 എന്ന് കിട്ടി. അപ്പൊ ഇവിടെ നോക്കിയേ, നമ്മൾ ഈ എടുത്തേക്കുന്ന 2 റെക്റ്റാങ്കിളിന്റെയും അളവുകൾ ഒന്ന് തന്നെയാണല്ലേ. അപ്പൊ ഇവിടെ നോക്കിയാൽ അല്ലെങ്കിൽ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാമല്ലോ. ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ 400 എന്ന് കിട്ടുമല്ലോ. അതായത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്ത് എന്ന് പറയുന്നത് 10 ആണ്, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 40 ആണ്. അപ്പൊ എന്ത് കിട്ടി? 400 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താണ്? 40 ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ 400 എന്നാണ്. അതായത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഏരിയ ആണ്. അതും എന്ത് കിട്ടി? 400 എന്ന് കിട്ടി. അതായത് ഇത് രണ്ടും എന്താണ്? ഈക്വൽ ആണല്ലേ. അതുകൊണ്ടാണ് നമുക്ക് എന്ത് കിട്ടിയത്? എ ഓഫ് 10ഉം എ ഓഫ് 40യും ഈക്വൽ ആയിട്ട് കിട്ടിയത്. അപ്പൊ നമുക്ക് അവസാനം എന്ത് പറയാം? വെൻ എക്സ് ഈക്വൽ ടു 10 ആൻഡ് എക്സ് ഈക്വൽ ടു 40 ദ റെക്ടാങ്കിൾസ് ആർ ദ സെയിം, സോ ദ ഏരിയാസ് ആർ ഓൾസോ സെയിം. എക്സ് എന്ന് പറയുന്നത് 10 എന്നെടുത്താലും എക്സ് എന്ന് പറയുന്നത് 40 എന്നെടുത്താലും എങ്ങനെ എടുത്താലും നമുക്ക് കിട്ടുന്ന ചതുരങ്ങൾ എന്തായിരിക്കും? ഒന്ന് തന്നെയായിരിക്കും അല്ലേ. അതുകൊണ്ട് അവയുടെ പരപ്പളവുകളും തുല്യമായിരിക്കും. അതാണ് നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. മൂന്നാമത്തെ പാർട്ടി പറയുന്നത്, രണ്ടാമത്തെ പാർട്ടി നമ്മൾ എന്തായിരുന്നു പറയുന്നത്? എ ഓഫ് 10ഉം എ ഓഫ് 40യും ഈക്വൽ ആണെന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പൊ ഇവിടെ നമ്മൾ ഇങ്ങനെ എടുത്തപ്പോൾ ഈ 2 സംഖ്യകളും ഈക്വൽ ആയിട്ട് കിട്ടി അല്ലേ. ഇതിൽ നിന്ന് കിട്ടിയ 2 ആൻസറുകൾ നമുക്ക് ഈക്വൽ ആയിട്ട് കിട്ടി. രണ്ടും എത്ര തന്നെ കിട്ടി? 400 വീതം കിട്ടി. അങ്ങനെ നമുക്ക് ഈക്വലാക്കി ഇനി എടുക്കണമെങ്കിൽ, അതായത് ഇനി നമുക്ക് നമ്പേഴ്സ് തമ്മിൽ ഈക്വലാക്കി എടുക്കണമെങ്കിൽ ഈ 2 സംഖ്യകൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് കണക്കാക്കേണ്ടത്. മനസ്സിലായോ? അപ്പം നമുക്ക് വേറെ ഏതെങ്കിലും 2 സംഖ്യകൾ എടുത്താൽ അത് ഈക്വൽ ആവണമെങ്കിൽ, അപ്പോൾ എ ഓഫ് 20
അതുപോലെ തന്നെ എ ഓഫ് ഏതെങ്കിലും ഒരു നമ്പർ 60 ഞാൻ വെറുതെ എടുക്കുവാണേ. അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആണെന്ന് വെച്ചോ. ഈക്വൽ ആണെന്ന് നമുക്ക് അറിയത്തില്ല, നമുക്ക് പിന്നെ ചെയ്ത് നോക്കാം. അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആവണമെങ്കിൽ ഈ 20യും 60യും തമ്മിൽ എന്തെങ്കിലും ഒരു റിലേഷൻ കാണണം. ആ റിലേഷൻ ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഇവിടെ നമുക്ക് ഇത് രണ്ടും ഈക്വൽ ആയിട്ട് കിട്ടിയപ്പം ഈ 10ഉം 40യും തമ്മിൽ എന്തെങ്കിലും ഒരു റിലേഷൻ കാണും. അപ്പൊ ആ റിലേഷൻ ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മൾ എ ഓഫ് 20യും എ ഓഫ് 60 ഈക്വൽ ആണോ നോക്കാം അല്ലേ, അതല്ലേ നോക്കാൻ വന്നത്. അപ്പൊ എ ഓഫ് 20 എന്ന് പറയുന്നത് 50 ഇൻറ്റു 20 മൈനസ് 20 സ്ക്വയർ, അതായത് I 2 10, 1000 മൈനസ് ഈ 2 4, 400. ഇത് എത്ര കിട്ടി നമുക്ക്? 600 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ എ ഓഫ് 60യോ? എ ഓഫ് 60 എന്ന് പറയുന്നത് 50 ഇൻറ്റു 60 മൈനസ് 60യുടെ സ്ക്വയർ. 5 30 3000, 6 36. ഇത് ഈക്വലായിട്ട് വരുമോ? ഇല്ല അല്ലേ, അതായത് മൈനസ് 600 എന്ന് കിട്ടും. ഇത് പോസിറ്റീവ് ആണ്, ഇത് നെഗറ്റീവ് ആണ്. അപ്പോൾ അത് ഈക്വൽ ആണോ? അല്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ 20 ആണെങ്കിൽ ഞാനൊരു 30 എടുത്ത് നോക്കാം. എ ഓഫ് 30 എടുത്ത് നോക്കാം. 50 ഇൻറ്റു 30 മൈനസ് 30യുടെ സ്ക്വയർ, അത് I 3 15, 1500 മൈനസ് 3 ഗുണം 3 9, 900. ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? 600 എന്ന് കിട്ടും അല്ലേ. അപ്പൊ ഇവിടെ നമ്മൾ ഈ സംഖ്യകൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ 20യും 30യും കൂടെ ഒന്ന് കൂട്ടി നോക്കിയേ. 20 പ്ലസ് 30 എത്രയാണ്? 50, 50 ആണല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ 2 ഇൻറ്റു എൽ പ്ലസ് ബി എന്ന് പറയുന്നത് എന്താണ്? 100 ആണല്ലേ. അതായത് എൽ പ്ലസ് ബി എന്ന് പറയുന്നത് എന്താ? 100/2, 50 ആണ്. ലെങ്ത് നമ്മൾ എക്സ് ആയിട്ടാണ് എടുത്തത്, അതവിടെ നിൽക്കട്ടെ. ലെങ്തും ബ്രെഡ്ത്തൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? 50 എന്ന് കിട്ടണം അല്ലേ. അതുകൊണ്ടാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഒന്ന് ലെങ്ത് ഒന്ന് ബ്രെഡ്ത്തായിട്ട് എടുക്കുവാണെങ്കിൽ എന്താണ്? ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്താവണം? 50 കിട്ടണം. അതുകൊണ്ടാണ്. അങ്ങനെ കിട്ടുന്ന സംഖ്യകൾ മാത്രമേ നമുക്ക് ഇവിടെ ഈക്വൽ ആയിട്ട് വരത്തുള്ളൂ. അപ്പൊ നമ്മൾ സെക്കൻഡ് പാർട്ടിൽ A10ഉം A40 എടുത്തല്ലോ. ഒന്ന് കൂട്ടി നോക്കിയേ. 10 പ്ലസ് 40 എത്രയാണ്? 50 ആണല്ലേ. അപ്പൊ അത് ഈക്വൽ ആയിട്ട്, അപ്പൊ ഈ രണ്ട് സംഖ്യകളും ഈക്വൽ ആയിട്ട് കിട്ടും. അപ്പൊ ഇനി രണ്ടാമത് ഇപ്പൊ നമ്മൾ എടുത്തേക്കുന്ന 20ഉം A20ഉം A30ഉം ആണ്. അതും നമുക്ക് ഈക്വൽ ആയിട്ട് കിട്ടി അല്ലേ. ഇനി ഏത് സംഖ്യകളൊക്കെ നമുക്ക് ഈക്വൽ ആയിട്ട് കിട്ടും? A25 എടുത്താൽ അടുത്ത എന്താണ്? 25 തന്നെ എടുക്കുക അല്ലേ. അത് രണ്ടും ഈക്വൽ ആയിരിക്കുമല്ലോ. അടുത്ത നമ്മൾ A15 എടുക്കുവാണെങ്കിൽ അടുത്ത A എന്തായിരിക്കും? A35 എടുക്കണം അല്ലേ. അപ്പൊ നമ്മൾ ഏത് സംഖ്യ എടുത്താലും അവയുടെ സം എന്തായിരിക്കണം? 50 ആയിരിക്കണം അല്ലേ. അങ്ങനെ എടുക്കുന്ന എല്ലാത്തിന്റെയും ഉത്തരങ്ങൾ എന്തായിരിക്കും? ഒരേ സംഖ്യ തന്നെ ആയിരിക്കും. അപ്പൊ അവസാനം നമുക്ക് എന്തെഴുതാം? ടു ഗെറ്റ് ദ സെയിം നമ്പർ ആസ് A of x, the sum of numbers must be 50. അതായത് A of x ഒരേ സംഖ്യയായിട്ട് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? എക്സ് ആയിട്ട് എടുക്കുന്ന രണ്ട് നമ്പേഴ്സ് ഉണ്ടല്ലോ, ആ രണ്ട് നമ്പേഴ്സ് കൂടെ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടണം? 50 കിട്ടണം. അപ്പോൾ നമ്മുടെ ആ എക്സസൈസിലെ 3 ക്വസ്റ്റ്യൻസും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത എക്സസൈസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്